അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. കലയും ആത്മീയതയും സമന്വയിപ്പിച്ച് ദേശമംഗലം തലശ്ശേരി ഗുൽസാരെ മദീന മദ്രസ എക്സ്പോ ശ്രദ്ധ നേടി. നിരവധി പേരാണ് എക്സ്പോ കാണാനെത്തിയത്. കലയും വിനോദവും വിദ്യാഭ്യാസവും ആത്മീയതയും ഉൾപ്പെടുത്തി ദേശമംഗലം തലശ്ശേരി ഗുവത്തുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഗുൽസാരെ മദീന എക്സ്പോ ശ്രദ്ധേയമായി. 2 ദിവസം നീണ്ടുനിന്ന എക്സ്പോ പുതിയ തലമുറയ്ക്ക് കൗതുകമുണർത്തുന്നതായിരുന്നു. മദ്രസ ഹാളിൽ നടന്ന എക്സ്പോ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ജനറൽ സെക്രട്ടറി കെ എ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഇബ്രാഹിം, മഹല്ല് ഖത്തീബ് ഷിഹാബുദ്ദീൻ കമാലി, സി പി ഹംസ മാസ്റ്റർ, കെ എ മുഹമ്മദ് ഹാജി, സി ഇ അബൂബക്കർ, ടി നൌഫൽ, കെ എസ് ഹമീദ്, എസ് വൈ സക്കറിയ, കെ കെ അലി, എസ് എസ് ഐ അസീസ്, യൂസഫ് മുസ്ലിയാർ, മുനീർ മുസ്ലിയാർ, ഷാജഹാൻ മുസ്ലിയാർ, അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെട്ട നിരവധി പേരാണ് എക്സ്പോ കാണാൻ മദ്രസ ഹാളിലേക്ക് എത്തിയത്. ക്രിയാത്മകമായ കഴിവുകളെ എങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കാമെന്നുള്ളത് അത് സമൂഹത്തിനും സമുദായത്തിനും നാടിനും വീട്ടുകാർക്കും ആ കുട്ടികളെ കൊണ്ട് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുത്താം, അവിടെ കഴിവുകളെ എങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ മുഖ്യമായി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അറിയുന്ന പല കാര്യങ്ങളുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ ഒന്നുകൂടി സിമ്പിളായി അത് സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് അനാവരണം ചെയ്യാൻ കഴിയും. ആ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇവിടെ വെച്ചിട്ടുള്ള ഓരോ സെക്ഷനുകളും ആ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്രയവിക്രയങ്ങൾ ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ ഇസ്ലാമിക ആചാരപ്രകാരം ഹജ്ജും ഉംറയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും, അതുപോലെ തന്നെ ശാസ്ത്രീയമായ കാര്യങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെയൊക്കെയാണ് സമർപ്പിച്ചു കൊടുക്കേണ്ടതെന്നുമൊക്കെയാണ് ഇതിലൂടെ നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ അനാവരണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയുള്ളൊരു എക്സ്പോയാണ് നമ്മുടെ മക്കൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് CCV.